നമസ്കാരം, ഞാൻ നിങ്ങളുടെ വോയിസ് ഓഫ് മലയാളി ജെറിനാണ്. ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള കാര്യം, അതായത് നമ്മളെല്ലാം സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ മേടിക്കുന്ന വ്യക്തികളാണ്. കാരണം പുതിയതിനേക്കാളൊക്കെ വില കുറച്ച് അല്ലെങ്കിൽ കുറച്ച് ലാഭത്തിന് കിട്ടും എന്ന് കരുതിക്കൊണ്ടാണ് ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും ചീപ്പായിട്ടൊരു വണ്ടി കിട്ടുവാണെങ്കിൽ വളരെ സന്തോഷമെന്ന് കരുതാറുണ്ട്. അപ്പോഴാണ് നമ്മൾ OLX അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചില ലിങ്കുകൾ കണ്ടുകൊണ്ട് നമ്മൾ കയറി തപ്പും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ, ഉദാഹരണം ഒരു ബുള്ളറ്റ് എടുക്കാം, റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബൈക്ക്. അതായത് ഇന്ന് അതൊരു ഷോറൂം കണ്ടീഷൻ ഇറങ്ങി വരണമെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് മേളിലായിരിക്കും അതിൻ്റെ വില. പക്ഷേ അതേ വാഹനം ഒരു വർഷം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതുപോലൊരു പരസ്യം കണ്ടു കഴിഞ്ഞാൽ 55,000 രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏവരും സന്തോഷിക്കും. ഇനി അതൊരു ചെയ്ത് വരേണ്ട വണ്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യ സംസ്ഥാനത്തുള്ള വാഹനം നമ്മുടെ നാട്ടിലോട്ട് വന്ന് റീടെസ്റ്റ് ചെയ്ത് നമ്മുടെ പേരിലോട്ട് ആക്കുമ്പോഴും വലിയ ചിലവ് വരത്തില്ല. കാരണം 1 ലക്ഷം രൂപയ്ക്ക് മേളിൽ മാർക്കറ്റ് വാല്യൂ ഉള്ള വാഹനം 55,000 രൂപയ്ക്ക് കിട്ടിയാൽ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ആയിരങ്ങൾ കൂടുതൽ മുടക്കി കഴിഞ്ഞാൽ നമ്മുടെ പേരിലോട്ട് ആ വണ്ടി സുഖമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ ഇതിനുള്ളിലെ ചതിക്കുഴികൾ, അതാണ് ഇന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിലോട്ട് പറയാനുള്ളത്. പക്ഷേ ഇത് പറയുന്നതിന് മുമ്പ് ഈ വീഡിയോ എനിക്ക് ചെയ്യാൻ പ്രചോദനമായത്, ജനിച്ച മണ്ണിനെ സ്നേഹിച്ചവനെ ജവാൻ എന്ന് വിളിക്കുന്നു. അതെ, CRPFും ആർമിയും അങ്ങനെയുള്ളവരുടെയൊക്കെ ഐഡിയകൾ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ചൂഷണം നടക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും മോശകരമായ കാര്യം. കാരണം ആ ഒരു എന്താ പറയുക, നമ്മുടെ നാടിനെ സേവിക്കാൻ വേണ്ടി പോയവരുടെ പേരിലാണ് ഈ കള്ളത്തരം ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോഴാണ് ഏറ്റവും വേദനിക്കുന്ന ഒരു കാര്യം എനിക്കുള്ളത്. വേറൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും മൊബൈൽ ഉള്ളതല്ല, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഗൂഗിളിൽ പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ടൈപ്പ് ചെയ്യുക OLX ആർമി ബൈക്കെന്നോ കാറെന്നോ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതെ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. കണ്ടില്ല നിങ്ങൾ? അപ്പോൾ അതായത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആർമിയിലുള്ള ഒരു ബൈക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും വില കുറച്ച് ലഭിക്കുന്നുണ്ട് ഒരു ആർമിക്കാരൻ്റെ ബൈക്കോ. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇവർ അവരുടെ ID പ്രൂഫും കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ സാധാരണ ബ്രോക്കറുടെ അടുത്ത് പോകുമ്പോൾ തരുന്നത് പോലെ തന്നെ ID പ്രൂഫ് കാര്യങ്ങൾ, വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പറും രജിസ്ട്രേഷൻ കാർഡും RC ബുക്കും എല്ലാം നല്ല പക്കയായിട്ട് നമുക്ക് തരും. അതെല്ലാം കഴിയുമ്പോൾ നമുക്ക് ജെനുവിനിറ്റി ആയിട്ട് എന്താ പറയുക, ഞാൻ ഇന്ന ആർമിയിൽ വർക്ക് ചെയ്യുന്ന ആളെ അവരുടെ കുടുംബത്തിൻ്റെ ഫോട്ടോ അയച്ചു തരും. പക്ഷേ ഈ അവർ തരുന്ന ഫോട്ടോയൊന്നും അവരുടെ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ നമ്മുടെ പേജിൽ അറ്റാച്ച് ചെയ്തത്. കാരണം അതെല്ലാം മാന്യമായിട്ട് നമ്മുടെ നാട് സേവിക്കാൻ വേണ്ടി പോയ ജവാന്മാരുടെ ഫോട്ടോ ആയതുകൊണ്ടാണ് ഞാനത് വെക്കാത്തത്. പക്ഷേ ഗൂഗിളിൽ തന്നെ നിങ്ങൾ കയറി സെർച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് OLX ഫ്രോഡ് ആർമി എന്ന് ടൈപ്പ് ചെയ്തിട്ട് ചുമ്മാ ഒന്ന് നോക്കാമെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ഐഡിയകൾ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതുപോലുള്ള ഐഡിയകളും കാര്യങ്ങളും എല്ലാം തന്നുകൊണ്ട് ഇവരെന്താണ് പറയുന്നത്, അതായത് ഇതുപോലൊരു ഫ്രോഡിൻ്റെ അടുത്തോട്ട് നമ്മുടെ കാര്യങ്ങളായിട്ട് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ, വണ്ടി ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, സംസാരിച്ച് കഴിയുമ്പോൾ അവരാദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിങ്ങൾക്ക് അത് കേൾപ്പിച്ചു തരാം, ഇതൊന്ന് കേൾക്കണേ. गाड़ी होम डिलीवरी आएगा. आधार कार्ड 1 फोटो सेंड WhatsApp 4150 NOC and डॉक्यूमेंट्स चार्ज रिमोनिंग पेमेंट होम एड्रेस. കേട്ടില്ലേ പറയുന്നത്? അതായത് നമുക്ക് പൈസ അയച്ചു കൊടുക്കണം ആദ്യം. അത് കഴിയുമ്പോൾ നമ്മുടെ ആധാർ കാർഡും ID പ്രൂഫും തന്നു കഴിഞ്ഞാൽ വണ്ടി നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. അതായത് പാഴ്സൽ ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ വണ്ടി എത്തുമെന്ന് പറയുന്നത്. അപ്പോൾ ഈ 55,000 രൂപയുടെ വണ്ടിക്ക് കൂടി വന്നൊരു 3,000-4,000 രൂപ കൂടി കൂടുതൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി വീട്ടിൽ വരും. അപ്പോഴും നമ്മൾ വിചാരിക്കും ഭയങ്കര ലാഭമാണല്ലോ, 60,000 രൂപയ്ക്ക് 1 ലക്ഷം രൂപയ്ക്ക് മേളിൽ വിലയുള്ള ഒരു വാഹനം വരുന്നുണ്ട് എന്ന് കരുതിയാണ് ഇതിൽ പലരും പൈസ അയച്ചു കൊടുക്കുന്നത്. പക്ഷേ ഇത് വൻ തട്ടിപ്പാണ് എന്നുള്ളത് ഗൂഗിളിലെല്ലാം കിടപ്പുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ മലയാളികൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളുടെ മുന്നിലോട്ട് വന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം വിളിച്ച ഒരാൾ പറഞ്ഞു ഒരു ആക്റ്റീവ സ്കൂട്ടർ എന്താ മേടിക്കാൻ വേണ്ടിയിട്ട് 13,000 രൂപ ഇട്ട് കൊടുത്തു. ഇട്ട ഉടനെ പറഞ്ഞു, സാർ Paytm-ൽ പൈസ കിട്ടിയിട്ടില്ല, ചിലപ്പോൾ അത് ബ്ലോക്ക് ആയതായിരിക്കും, വണ്ടി വിടണമെന്നുണ്ടെങ്കിൽ വീണ്ടും പൈസ അയക്കണം. അയാൾ വീണ്ടും പൈസ അയച്ചു. അതിനിടയിൽ ഈ കൊറിയർ ചാർജ് എന്നും പറഞ്ഞ് അതും അയച്ചു കൊടുത്തു. അതായത് ഒരു വണ്ടിക്ക് വേണ്ടി 30,000 രൂപ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അയാൾ വിളിച്ച ഫോൺ എടുക്കത്തില്ല. ഈ പറയുന്ന വ്യക്തികളെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇവർക്കൊന്നും വ്യക്തമായ ഒരു ID പ്രൂഫോ കാര്യങ്ങളോ അല്ല ഈ ഫോണും എടുക്കുന്നത്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞില്ലേ, ബാങ്ക് ലോൺ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അയച്ചു കൊടുക്കുന്ന ആധാർ കാർഡിലും ID പ്രൂഫും വെച്ചുകൊണ്ടാണ് ഇവരൊക്കെ ഓരോ അക്കൗണ്ടുകൾ എടുക്കുന്നത്. പക്ഷേ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ തടയാൻ പറ്റും എന്നുള്ളതാണ് ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് ഇതാണ്ടേ OLX ഫ്രോഡ് ഇന്ത്യൻ ആർമി കംപ്ലയിൻറ്റ് എന്നും പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരു നമ്പർ കാണിക്കുന്നുണ്ട്. ആ നമ്പറിൽ വിളിക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യുക. ഇത് വൻ തട്ടിപ്പാണ് എന്നുള്ളത് ഗൂഗിളിലെല്ലാം കിടപ്പുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ മലയാളികൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളുടെ മുന്നിലോട്ട് വന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നാട് സേവിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാട് കാക്കാൻ അതിർ കാക്കാൻ കിടക്കുന്ന, മഞ്ഞത്തും മഴയത്തും കിടക്കുന്ന അവരുടെ പേര് തട്ടിക്കുമ്പോൾ ഇവനെയൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ എന്നാ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇതുമല്ല, റെസിപ്റ്റ് വരെ അയച്ചു തരും കേട്ടോ. ഈ റെസിപ്റ്റുകളൊന്നും നിങ്ങൾ കണ്ടു നോക്കിക്കേ.
അപ്പോൾ ഇതുപോലെയുള്ള കള്ള റെസിപ്റ്റുകൾ, കള്ള RC പേജുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് മാറ്റി വെച്ചുകൊണ്ട് നമ്മളെ കാണിക്കുമ്പോൾ നമ്മൾ ഇനിയും മണ്ടന്മാരാവാതിരിക്കുക. അതേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കൊരു വാഹനം മേടിക്കണമെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ തന്നെ എത്ര ഷോറൂമുകളുണ്ട്. അതായത് സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ ഷോറൂമുണ്ട്. അല്ലെങ്കിൽ അറിയാവുന്ന ഏതെങ്കിലും നമുക്കറിയാവുന്ന ഒരു ബ്രോക്കറെ എടുത്തോ, അല്ലെങ്കിൽ വണ്ടി ഒരാളെ കാണിച്ചിട്ടൊക്കെ നിങ്ങൾ പോയി എടുക്കുക. ഇതുപോലെ അല്പം ലാഭം കാണുമ്പോൾ ചാടിക്കേറി പോയിട്ട് ഇതുപോലെ വാല് മുറിയും നിങ്ങൾ. ഇത് ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ മലയാളിയുടെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്നറിയാവോ? അവനവനൊരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അത് മറ്റൊരുത്തനോട് പറഞ്ഞിട്ട് ഇനി അവനത് പറ്റല്ലേ എന്ന് വിചാരിക്കത്തില്ല. എനിക്ക് പറ്റിയത് പറ്റി, എൻ്റെ അപകർഷതാബോധം കൊണ്ട് വേണ്ട, ഞാനായിട്ട് പറയത്തില്ല. ഇനി വേറൊരുത്തൻ OLX വണ്ടി മേടിക്കാൻ പോയാലും അവൻ എന്തെങ്കിലും ചെയ്യട്ടെ, ഇനി എനിക്ക് പറ്റിയ അബദ്ധം പറഞ്ഞാൽ എനിക്ക് നാണക്കേടല്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടാ. എനിക്ക് വരുന്ന ഭൂരിഭാഗം ഫോൺ കോളുകളിലും അവർക്ക് പറ്റിയ അബദ്ധങ്ങൾ പറഞ്ഞിട്ട്, ചേട്ടാ എനിക്ക് പറയാൻ, അല്ല എൻ്റെ പേര് പറയരുത്, നിങ്ങൾ പറയണം. ഞാൻ ഈ വിളിച്ചു പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അത് നമ്മുടെ സഹോദരങ്ങൾക്ക് പോയവരുടെ പോയി. ഞാൻ ഇവരോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് വേണ്ടി അത് തപ്പിയിട്ട് ഒരു കാര്യമില്ല. ഈ ID പ്രൂഫ് ഉണ്ടാക്കിയതും ബാങ്ക് അക്കൗണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ കള്ള IDയിൽ ഉണ്ടാക്കിയതായിരിക്കും. കാരണം എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ലോൺ വേണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ID പ്രൂഫും ആധാറും ഒക്കെ അയച്ചു കൊടുക്കുമ്പോഴേക്കും അത് വെച്ചുകൊണ്ടായിരിക്കും ഇവർ ഈ ഫോൺ നമ്പറും അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാങ്ക് അക്കൗണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ പുറകെ അന്വേഷിച്ച് പോയാൽ കിട്ടാൻ പോകുന്നില്ല ഈ പറഞ്ഞ വ്യക്തികളെ, നമ്മുടെ പൈസ അടിച്ചുകൊണ്ട് പോയാൽ. പക്ഷേ ഇനിയെങ്കിലും പോയി ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്നേഹിക്കുന്നവർക്ക് നിങ്ങൾക്കിത് പറഞ്ഞു കൊടുക്കാം. അല്ലാതെ ഞാൻ ഒരിക്കലും എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഫോളോ ചെയ്യണമെന്നോ അല്ലെങ്കിൽ എനിക്കിതിൽ നിന്ന് എനിക്ക് വീഡിയോ കണ്ട് എനിക്ക് പൈസ ലഭിക്കണമെന്ന് ഞാൻ ആരോടും പറയാറില്ല. നിങ്ങൾ കേട്ട കാര്യം നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മറ്റുള്ളവരിലോട്ടൊന്ന് പകർന്നു കൊടുക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിച്ചാൽ അത്രയും നല്ലത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.